ശ്രീ കെ ശബരിനാഥൻ, നോക്കൂ, കോൺഗ്രസ് ഈ വിഷയത്തെ, പ്രത്യേകിച്ച് അദാനിയും അംബാനിയും ടെമ്പോയിൽ കള്ളപ്പണം കടത്തുന്നു എന്നുള്ള വിഷയം വളരെ ഗൗരവമായി ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി അതിനോട് പ്രതികരിച്ചു. ഇന്ന് കോൺഗ്രസിൻ്റെ വക്താവ് വളരെ വിശദമായി തന്നെ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് CBIയെ, എന്തുകൊണ്ടാണ് EDയെ, എന്തുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിനെ അയക്കാത്തത് എന്ന ചോദ്യമാണ് പ്രധാനമായും കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. ശ്രീ കെ ശബരിനാഥൻ, നോക്കൂ, അദാനിയും അംബാനിയും പ്രധാനമന്ത്രിയുടെ ഒക്കെ ചങ്ങായിമാരാണ് എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദാനിയും അംബാനിയും കോൺഗ്രസിന് പണം നൽകി എന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യമായിരിക്കുമല്ലോ. സ്വാഭാവികമായി എന്നോടൊപ്പം നിന്നിരുന്ന ഒരാൾ, എനിക്ക് പണം കൃത്യമായി തന്നിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം കോൺഗ്രസിന് കൂടി പണം കൊടുത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവായിരിക്കാം. അങ്ങനെ എത്ര പണമാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് ശ്രീ കെ ശബരിനാഥൻ? ഇല്ല, ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം മുതൽക്ക് നരേന്ദ്രമോദി BJPക്ക് കാലിടറി എന്ന് മനസ്സിലായതിനു ശേഷം അദ്ദേഹം തന്നെ യുക്തിയില്ലാത്ത എത്രയോ സ്റ്റേറ്റ്മെൻറ്റുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാം ഘട്ടത്തിൽ ഇലക്ഷൻ തുടങ്ങിയപ്പോൾ 400 സീറ്റ് മറികടക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ BJP നിന്നപ്പോൾ ആ ഇലക്ഷൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞപ്പോൾ, ആ ഇലക്ഷൻ്റെ പങ്കാളിത്തം കുറഞ്ഞപ്പോൾ, അതിനോടൊപ്പം പല സ്ഥലത്തുനിന്നും അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കിൽ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം 3 ഘട്ടങ്ങൾ കഴിയുമ്പോൾ 50% സീറ്റുകളിൽ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇത്തവണ 400 അല്ല 300 പോലും കടക്കാൻ കഴിയുകയില്ല, 250 പോലും കടക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ബോധ്യം നരേന്ദ്രമോദിക്ക് വന്നതുകൊണ്ടാണ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള, നമ്മുടെ നാടുഭാഷയിൽ പറയുകയാണെങ്കിൽ തറ രാഷ്ട്രീയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും പണം എടുത്തുകൊണ്ട് താലിമാല അടക്കമുള്ള സാധനങ്ങൾ വിറ്റ് ഈ നാട്ടിലെ ആളുകളിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇവിടെ ഇന്ന് പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പോലും ആളുകളെ മതാടിസ്ഥാനത്തിൽ എടുക്കുമെന്നാണ് മോദി പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഒരു മനുഷ്യന് തരം താഴാം എന്നുള്ളതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും കഴിഞ്ഞ 10 വർഷമായി വലിയ PR വർക്കിലൂടെ ചാനലുകളുടെയും മറ്റു മാധ്യമങ്ങളുടെയും ഇൻ്റർനാഷണൽ മീഡിയയുടെയൊക്കെ സഹായത്തോടെ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഇമേജ് മാറി അദ്ദേഹം ഇന്ന് എന്താണോ നരേന്ദ്രമോദി എന്നുള്ളത് ഇന്ന് ആളുകൾ നേരിട്ട് കാണുകയാണ്. ഏത് വിഷയത്തിലും അദ്ദേഹം പറയുന്നത് മതത്തെക്കുറിച്ചാണ്, ജാതിയെക്കുറിച്ചാണ്. ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? ഇവിടെ ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് ഇന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ദ്രൗപദി മുർമുവിനെതിരെ പാർലമെൻറ്റ് ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി നിർത്തിയത് അവർ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് സാധാരണ പ്രസിഡന്റ് പ്രകാരം ഇന്ത്യയുടെ പ്രസിഡന്റാണ് പോകേണ്ടത്. ആ പ്രസിഡന്റിനെ പല കാരണങ്ങൾ കൊണ്ട് വിളിക്കാതെ ഇന്ത്യയുടെ പാർലമെൻറ്റ് സ്വയം ഉദ്ഘാടനം ചെയ്ത് ഏറ്റവും പിന്നോക്കത്ത് നിൽക്കുന്ന ഒരു പ്രസിഡന്റിനെ ആ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കാൻഡിഡേറ്റ് നിർത്തിയത് കോൺഗ്രസ് നിർത്തിയത് അവർ ST വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലക്കും ലഗാനും പോയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ ആളുകളും കൃത്യമായി ഇന്ത്യ മുന്നണിക്കൊപ്പം വരികയാണ്. പല ചാനലുകൾ, ഞാൻ വളരെ ക്ലോസ് ആയിട്ട് നാഷണൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നാഷണൽ മീഡിയയിൽ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിനെതിരെയുള്ള ചർച്ചകളായിരുന്നു, BJPക്ക് അനുകൂലമായിട്ടുള്ള ചർച്ചകളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു 10-15 ദിവസമായിട്ട് 400 BJP കടക്കുമോ 300 കടക്കുമോ അടക്കമുള്ള ചോദ്യങ്ങൾ നാഷണൽ മീഡിയ അടക്കം ചോദിക്കുമ്പോൾ ഇവിടെ താളം തെറ്റിയെന്ന് മനസ്സിലായി. ഇനി അതിനെ കവർ ചെയ്യാൻ വേണ്ടി എന്തും പറയുമെന്നുള്ള അവസ്ഥ നരേന്ദ്രമോദി നിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2014 ഇലക്ഷൻ, 2019 ഇലക്ഷൻ, ഈ 2 ഇലക്ഷനും നരേന്ദ്രമോദി പ്രതിപക്ഷം വന്നാൽ എന്ത് ചെയ്യുമെന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. മോദി വന്നാൽ ഇന്ത്യ വികസിതമാകും, ഇന്ത്യ വളരും എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഈ 2024 ഇപ്പോൾ മോദി എന്താണ് പറയുന്നത്? ആളുകൾ ഭീതിപ്പെടുത്തുവാൻ വേണ്ടി കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ താലിമാല കൊണ്ടുപോകും, കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ റിസർവേഷൻ മാറ്റും, കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിലെ ആളുകളെ മതാടിസ്ഥാനത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള പുറന്തൻ ന്യായങ്ങൾ മോദി പറയുമ്പോൾ അറിയാതെ തന്നെ മോദി പറഞ്ഞു പോകുന്നത് കോൺഗ്രസ് വരും, ഇന്ത്യ വരും എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു. ആളുകൾക്കുള്ള റൂറൽ ഡിസ്ട്രസ് ഈ നാട്ടിലെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറയുന്ന, ഇന്ത്യ മുന്നണി കൃത്യമായി പറയുന്ന, നമ്മൾ ഈ ഇലക്ഷൻ വന്ന ദിവസങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെ തൊഴിലില്ലായ്മ, ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ന്യായ ഗ്യാരണ്ടി, ഇവിടെയുള്ള സ്ത്രീകളുടെയും കർഷകർക്കുമുള്ള സംരക്ഷണം, ഏറ്റവും പാവപ്പെട്ട ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക, ജാതി സെൻസസ് നടത്തുക, ഈ പ്രധാനപ്പെട്ട 5-6 കാര്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ 1.5 മാസമായി കോൺഗ്രസ് പറയുന്നത്. ഇപ്പോഴും കോൺഗ്രസും പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ സ്റ്റാൻഡിൽ മാറ്റമില്ല. ഈ ഇലക്ഷൻ കഴിയുന്നവരെ വികസനോന്മുഖ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം കോൺഗ്രസ് പറയും. നരേന്ദ്രമോദി വീണ്ടും ഇതിനപ്പുറത്തെ വലിയ വൃത്തികെട്ട നുണകൾ പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. Debate with MV Nikesh Kumar.